ആക്കി ജീവിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ മുത്തഖികളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ റമളാനിലെ നമ്മൾ നോമ്പ് നോറ്റതും നിസ്കരിച്ചതും ദിക്റുകളും ഖുർആനും മറ്റ് അമലുകളൊക്കെ നമ്മൾ ചെയ്തത് അല്ലാഹു നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുകയും നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സിനും നമ്മുടെ എല്ലാവിധ ആത്മീയമായ മേഖലകളിലൊക്കെയും അല്ലാഹു തആല പരിശുദ്ധി പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹൂറു ഷത്റുൽ ഈമാൻ, വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ ഉള്ളവർക്ക് ഈമാനിന്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് വൃത്തി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നത് വളരെ പ്രധാനമായതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ വീടും നമ്മൾ ഇടപെടുന്ന മേഖലകളൊക്കെ വൃത്തിയായിരിക്കുക എന്നത് വളരെ അനിവാര്യമായ ആവശ്യമായ ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. പ്രവർത്തിക്കുന്നതോടുകൂടെ പ്രവർത്തനത്തിന് പ്രചോദനമാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വൃത്തിയാക്കിയാൽ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി, അല്ലാഹുവേ എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ശരീരത്തിലുള്ള നജസ്സുകളെയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കിയതുപോലെ എൻ്റെ മനസ്സിനെ നീ കാപട്യത്തിൽ നിന്നും ശുദ്ധിയാക്കണമേ, വൃത്തിയാക്കണമേ. എൻ്റെ മുഖ്യസ്ഥാനത്തെ വൃത്തികേടുകളിൽ നിന്ന് നീ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നു. അതേപോലെ ഉളു ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യും മുഖവും കാലും ഒക്കെ കഴുകി വൃത്തിയാക്കി ഉളു ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളോട് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു. അല്ലാഹുവേ എന്നെ നീ പാശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. വജഅൽനീ മിനൽ മുത്തഖീരീന, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ, വൃത്തിയുള്ളവർ ഉൾപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാനാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ എല്ലാം വൃത്തിയുള്ളതാകണം. വൃത്തി ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈമാനുള്ള മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യഗ്സിലു സിയാബക്കും, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുക. വസ്ത്രം കഴുകുക. വസ്ത്രം കഴുകുക എന്ന് പറയുമ്പോൾ വസ്ത്രം കഴുകിയാൽ വെളുപ്പുണ്ടാവും. വെടുപ്പുണ്ടായാൽ പോരാ, വൃത്തി ഉണ്ടാവണം. വെടുപ്പല്ല നമുക്ക് പ്രധാനം. വെടുപ്പുള്ള വസ്ത്രം ധരിച്ചോളണമെന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നില്ല, പക്ഷെ വൃത്തി ഉണ്ടാവണം. നമ്മളിപ്പോ അലക്കുന്നതും കഴുകുന്നതും ഒക്കെ മിക്കവാറൊക്കെ വെടുപ്പാണ്. വൃത്തിയാക്കുന്ന പരിപാടി പലപ്പോഴും ഇല്ലാതായി പോവുകയാണ്. ഇപ്പൊ അടുത്തൊരു വീട്ടില് വാഷിംഗ് മെഷീനില് അലക്കുന്നത് ഞാനൊന്ന് കണ്ടു നിന്നു. അപ്പൊ അതിലേക്ക് വെള്ളം തുറന്നു വിട്ടു, ഫുള്ളി ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുന്നു. വെള്ളം തുറന്നു വിട്ടു, ഡ്രസ്സ് അതിൽ കൊണ്ടിട്ടു, കുട്ടി പാത്തിയതുണ്ട്, അടിവസ്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നജസായതും അല്ലാത്തതും ശുദ്ധിയുള്ളതും പാൻറ്റും ഷർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി കൊണ്ട് വിട്ടിട്ട് ടാപ്പങ്ങൾ തുറന്നു വിട്ടു. അതിൽ 10-25 ലിറ്റർ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ കിടന്ന് കുറച്ചു നേരം കറങ്ങിയതിന് ശേഷം അതിനോട് ഞാൻ ഇതുവരെ ഒന്നും ശ്രദ്ധിക്കാറില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ആ വെള്ളമൊക്കെ കണ്ട് പോയി. എന്നിട്ട് പിന്നെ കുറച്ചു നേരം വേറെ വെള്ളം ചാടി, എന്നിട്ട് ഒന്നും കൂടി കുറച്ചു നേരം കറങ്ങി, എന്നിട്ട് ആ വെള്ളവും പോയി. അത് കഴിഞ്ഞിട്ട് അത് പിഴിയൽ കഴിഞ്ഞു. അതെടുത്തിട്ട് ഇനി ഉണക്കാനിടുന്ന പരിപാടിയാണ്. ഇതൊരിക്കലും വൃത്തിയാവില്ല, വെടുപ്പാവും. ഈ വസ്ത്രങ്ങളൊക്കെ വെടുപ്പായി കിട്ടും, പക്ഷെ വൃത്തിയാവില്ല. ആ വസ്ത്രം കൊടുത്ത് നിസ്കരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കൂല. ആ പാന്റായാലും ആ മുണ്ടായാലും ആ ഷർട്ടായാലും നമ്മുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കൂല. നമ്മുടെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടില്ല. കാരണം നജസിൽ നിന്ന് വൃത്തിയാകണമെങ്കിൽ വെള്ളം അതിലേക്ക് ഒഴിക്കപ്പെടണം. അത് ഈ പറയുന്ന ടാങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ പറയുന്ന വാഷിംഗ് മെഷീനിലെ വെള്ളം പോരാ. ഒന്നുകിൽ മുക്കുകയാണെങ്കിൽ, വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ 200 ലിറ്റർ വെള്ളം അനിവാര്യമാണ്. ഏതായാലും വാഷിംഗ് മെഷീനിന്റെ ടാങ്കിൽ 200 ലിറ്റർ കൊള്ളൂലാന്ന് ലോകത്ത് ഏത് മനുഷ്യർക്കും അറിയാം.
200 ലിറ്റർ വെള്ളം വേണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? പൈപ്പിന്റെ അടിയിൽ കാണിച്ചിട്ട് വെള്ളം ഈ കഴുകപ്പെടുന്ന വസ്ത്രത്തിലൂടെ ഒഴുകി താഴേക്ക് പോകണം. അപ്പൊ ആ ഒഴുകുന്നതിന്റെ വലിപ്പം കൊണ്ട്, ശക്തി കൊണ്ട് അത് വൃത്തിയാവും. അല്ലാതെ അതിൽ കിടന്ന് കറങ്ങിയാൽ 50 ലിറ്റർ വെള്ളം ഉണ്ടായാലും അതിൽ കിടന്ന് കറങ്ങിയത് കൊണ്ടൊന്നും ആ വസ്ത്രം ഒരിക്കലും വൃത്തിയാവില്ല, വെളുപ്പാകും. അതിനായി വെളുപ്പും വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ധരിക്കുന്ന വസ്ത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനായി പറയുന്നത്. ഞാൻ പറഞ്ഞില്ലാന്നുള്ള കുറ്റം എനിക്ക് വരാതിരിക്കാനാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അത്തരം വാഷിംഗ് മെഷീനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കഴുകുന്നതും അലക്കുന്നതും ആ നിലയ്ക്ക് അത് കഴുകണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷേ പുറത്തു കൊണ്ടുപോയിട്ട് ഈ കഴുകിയതിന്റെ പുറമെ അതിലൂടെ കപ്പ് കൊണ്ട് വെള്ളം മുക്കി ഒഴിച്ചിട്ട് ആ വസ്ത്രത്തിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന രൂപത്തിന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, ആ നിലയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ വസ്ത്രം വൃത്തിയാവില്ല. അതുകൊണ്ട് നിൽക്കരിച്ചാൽ അങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ പാടില്ല. അത് എനിക്കിഷ്ടമല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത്യാവശ്യം ആരെങ്കിലും മനുഷ്യനാണ്, എനിക്കാരും ഖിദ്മത്ത് ചെയ്യുന്നു. അങ്ങനെ ആയാൽ നമ്മുടെ വസ്ത്രങ്ങളൊന്നും വൃത്തിയാവില്ല, നമ്മുടെ നിസ്കാരം ശരിയാവില്ല. പക്ഷെ ഇതൊന്നും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അപ്പൊ മനസ്സിലാകുന്നത്. അങ്ങനെ ആയാൽ പറ്റൂല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞ റസിലു സിയാബക്കും, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കഴുകണം. ആ കഴുകുന്നതിന് രൂപമുണ്ട്, ആ രൂപത്തിൽ തന്നെ കഴുകണം. അല്ലെങ്കിൽ കുളത്തിലോ കനാലിലോ തോട്ടിലോ കൊണ്ടുപോയിട്ട് വലിച്ചു കഴുകിയാൽ വെള്ളത്തിലിട്ട് മുക്കിയെടുത്താൽ മതി. കാരണം അതിൽ 200 ലിറ്റർ അല്ല 20,000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. 200 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്ക് ആയിരിക്കണം. ആ ടാങ്കിൽ മുക്കിയെടുത്താൽ മതി, എന്നാലും വൃത്തിയാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലു സിയാബക്കും, നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകുക. ഈ പറയുന്ന ആധുനിക കഴുകലല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കഴുകലാകണമെങ്കിൽ നമ്മൾ ഈ ശർഈയായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കഴുകണം. വഖുദു ശഅറക്കും, അതുപോലെ വസ്ത്രത്തിൽ മാത്രം നിങ്ങൾ വൃത്തിയായാൽ പോരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നിങ്ങളുടെ മുടി നിങ്ങൾ വെട്ടണം. മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് താടിയായാലും തലയായാലും മീശയായാലും ഒക്കെ ചുണ്ടിലേക്ക് ഒലിച്ചിറങ്ങി നിൽക്കുന്ന, ചുണ്ടിലേക്ക് താഴ്ന്നു നിൽക്കുന്ന മീശ വെട്ടൽ നിർബന്ധമാണ്. ആ മീശ വെട്ടണം. അതിലേറെയുള്ളത് വെട്ടണോ വലിക്കണോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതായാലും ചുണ്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാടില്ല മീശ. തലമുടി അതേപോലെ അനാവശ്യമായി നീട്ടി വളർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ മുടി മുറിക്കുക. വസ്താഖു, നിങ്ങൾ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് ഈ പല്ല് തേക്കുക എന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുന്നുണ്ട്. മഹാനായ ശുറൈഹ് ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാപ്പ ഹാനി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം പറയുന്നു ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, അഖ്ബിർനി ബി അയ്യി ഷൈഇൻ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ഇലാ ദഖലാലൈകി. നിന്റെ വീട്ടിലേക്ക് വന്നാൽ ആയിഷ ബീവിയോട് പറയാം, നിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വന്നാൽ റസൂലുള്ളാഹി ആദ്യം ചെയ്യണ പണി എന്താ എന്ന് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് മഹാനായ ഹാനി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാലത്തിന്റെ സിവാക്കി, ആദ്യം ചെയ്യണ പണി പല്ല് തേക്കലാണ്. വീട്ടിലേക്ക് കയറി വന്നാൽ റസൂലുള്ളാഹി ആദ്യം ചെയ്യണ പണി പല്ല് തേക്കലാണ്. കാരണം പല്ലിന്റെ ദുർഗന്ധം, വാഴയുടെ ദുർഗന്ധം ഒരിക്കലും ഭാര്യയും മക്കളും അറിഞ്ഞുകൂടാ. അവർക്കത് സഹിക്കാൻ കഴിയില്ല, അവരെ വെറുപ്പിച്ചുകൂടാ. എന്നും നിൽക്കേണ്ട ജീവിതമാണിത്. ഇത് ഒരാഴ്ചയോ ഒരു മാസമോ നിൽക്കുന്ന ജീവിതമല്ല, എന്നും നിലനിൽക്കേണ്ട ഒരു കുടുംബമാണിത്. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ട പണി, നിന്റെ ഭാര്യയുടെ മനസ്സിൽ വെറുപ്പ് വരാതിരിക്കാൻ ആദ്യമായി വീട്ടിൽ കയറിയാൽ നീ പല്ല് തേക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ ചര്യയാണിത്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സിവാഖു മുതഖിറത്തുൻ ലിൽ ഫമി, പല്ല് തേക്കുക എന്നത് വായ വൃത്തിയാക്കും എന്നത് മാത്രമല്ല, റബ്ബി, പടച്ച തമ്പുരാനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യവുമാണത്. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് പല്ല് തേക്കുക എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഓരോ വക്തിലും നിങ്ങൾ ഒന്നു ഉണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങളോട് പല്ല് തേക്കാൻ കൽപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് പല്ല് തേക്കാൻ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയാത്തത് നിങ്ങൾക്കത് പ്രശ്നമായി തീരും. അല്ലാഹു തആല എന്റെ താല്പര്യവും നിങ്ങളുടെ ഉഷാറും കൂടി കണ്ടാല് അല്ലാഹ് പൊതുവിനോടുകൂടെ പല്ല് തേക്കൽ നിർബന്ധമാക്കിയാൽ എന്റെ ഉമ്മത്തിന് അത് താങ്ങാൻ കഴിയാതെ വരൂലേ, അതിന് ബുദ്ധിമുട്ടാകൂലേ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് നിർബന്ധപൂർവം അത് കൽപ്പിക്കാത്തതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പക്ഷെ നമുക്ക് ശക്തമായ സുന്നത്താണ് ഓരോ ഒന്നുണ്ടാക്കുമ്പോഴും പല്ല് തേക്കല്. ഓരോ ഇമാം ഇഖാമത്ത് കൊടുത്ത ഇമാമ് പല്ല് തേക്കൽ സുന്നത്താണ്. നമ്മൾ ആരെങ്കിലും ഇമാമ് ചെയ്യുന്നുണ്ടോ?
ഞാൻ ഇമാമ് ചെയ്യുന്നുണ്ട് അതിനാ ഒരു തുടക്കി, അത് അവിടെ കിടന്നാൽ വേറെ തുടയ്ക്കാനല്ല. പല്ലുകൊണ്ട് ഇങ്ങനെ വെല്ലുകൊണ്ട് ഇങ്ങനെ ആക്കി ആ സുന്നത്ത് കിട്ടൂല. അതിന് ഓരോള്ളൊരു വസ്തുവാണ്, അതിനായി തവലിങ്ങനെ കൈപ്പിടിക്കുന്നത്. അതുകൊണ്ടൊന്നും ഇങ്ങനെ ആക്കി ആ സുന്നത്ത് കിട്ടും. അല്ലാണ്ട് പല്ല് തയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിൽ വെള്ളമാക്കിയിട്ട് കളകളാന്നാക്കണം എന്നല്ല ഈ പറഞ്ഞത്. പല്ലൊന്നും ഒഴിക്കണം, പക്ഷെ വെല്ലുകൊണ്ട് പറ്റൂല. വെല്ലില്ലാത്ത എന്തുകൊണ്ടും പറ്റും. അപ്പൊ തുണിന്റെ തലപ്പോണ്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ മതി, ആ സുന്നത്ത് കിട്ടും. അത് കിട്ടാനാണ് അത് ഉപയോഗിക്കുന്നത്. അതേപോലെ പല ഉപകാര സാധനത്തിനുണ്ട്, ഒക്കെ കൂടി എന്ന് പറയുന്നില്ല, പല ഉപകാരത്തിനുണ്ട്. തുപ്പണ്ടി വന്നാല്, കഫം വന്നാല് അതിനൊക്കെ പരിഹാരം ഇത് തന്നെയാണ്. ഒന്ന് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപകരിക്കും. അല്ലാതെ നിസ്കാരത്തിൽ നമ്മൾ ആ നിലയിൽ നിസ്കാരത്തിൽ കഫം പുറത്തേക്ക് വന്നു, സഫിൽ ഇരിക്കുമ്പോൾ വന്നു, വെളിച്ചു പോയി തുപ്പാൻ കഴിയില്ല, നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ കഫം വന്നു, നമ്മളത് തുപ്പാൻ കഴിഞ്ഞില്ല, ഇറക്കിയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. ഹൽക്കിൽ നിന്ന് തൊണ്ടക്കുഴിയിൽ നിന്ന് പൊങ്ങി വന്ന പുറത്തേക്ക് വന്ന കഫം ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പൊ അതുകൊണ്ട് അത് തുപ്പിക്കളയണം. നോമ്പിലാണെങ്കിൽ നോമ്പും ബാത്തിലാകും. കഫം പുറത്തു വന്നിട്ട് അത് അതങ്ങനെ ഇറക്കേണ്ടി വന്നാൽ നോമ്പ് ബാത്തിലായി പോകും. അതിനൊക്കെ ഉള്ള പരിഹാരം അള്ളാന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വൃത്തിയുടെ ഭാഗമാണ്. നമ്മൾ വൃത്തിയുള്ളവരാകാന്ന് പറഞ്ഞാൽ അതൊക്കെ വേണം. ഏതാവട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ നിലയില് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങൾ പല്ല് തേക്കുക എന്നത്. അതുകൊണ്ട് എപ്പോഴും സദാസമയവും ഒന്നുണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങൾ ആ പല്ല് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. വീണ്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഭംഗിയുള്ളവരാകുക, ചൊറുക്കുള്ളവരാകുക, അലങ്കാരമുള്ളവരാകുക, മോശക്കാരൊന്നും ആവണ്ട. അത്യാവശ്യം ചൊറുക്കും അലങ്കാരവും ഒക്കെ ഉള്ള രൂപത്തിൽ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ഭ്രാന്തന്മാരെ പോലെ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലുള്ളവരെ പോലെ, ദരിദ്രന്മാരെ പോലെ, കൈനീട്ടുന്നവരെ പോലെയൊന്നും നിങ്ങൾ ആവണ്ട. നിങ്ങൾ അല്പമൊക്കെ ചൊറുക്കുണ്ടാക്കിക്കൊള്ളുക. നിങ്ങൾ വൃത്തിയുള്ളവരാവുക. അല്ലാതെ റസൂല് പറയുന്നു, നളാഫത്ത് വളരെ അനിവാര്യമായതാണ്. വൃത്തി അത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്നാണ്. ബനി ഇസ്രായേൽ, അതൊന്നും ഇന്ത്യയിലുള്ള കുഴപ്പം, അതും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നു. ബനി ഇസ്രായേൽ ലം യകൂനു യഫ്അലൂന ദാലിക, ജൂതന്മാർ ഇത് ചെയ്തിരുന്നില്ല പണ്ട് കാലത്ത്. ഇതൊക്കെ അവരുടെ പ്രവാചകൻ മൂസാ നബി കൽപ്പിച്ച കാര്യമാണ്, പക്ഷെ അവരത് ചെയ്തിരുന്നില്ല. അതിന്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നം എന്താ? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് വെറുപ്പ് കടന്നുകൂടി. വായനാറ്റം, അല്ലെങ്കിൽ വേർപ്പിന്റെ നാറ്റം, ദുർഗന്ധം, ഇതൊക്കെ ഭർത്താവിനെ പറ്റി ചെറിയ ചെറിയ അനിഷ്ടങ്ങള് ഭാര്യയുടെ മനസ്സിൽ കയറിക്കൂടിയിട്ട് അവസാനം ഈ ഭർത്താവിനെ തന്നെ ആ പെണ്ണ് വെറുക്കുകയും മറ്റ് പുരുഷന്മാരെ തേടിപ്പോവുകയും അവരുടെ പെണ്ണുങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് ശിഫ്യൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ വൃത്തിയുള്ളവരാവണം. വൃത്തി നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. എല്ലാ രംഗത്തും, വസ്ത്രത്തിലും ശരീരത്തിലും മറ്റ് കാര്യങ്ങളിലൊക്കെ വൃത്തിയുള്ളവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ. അല്ലാഹു തആല സുഗന്ധമുള്ളവനാണ്, അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ അത് ഇഷ്ടപ്പെടുന്നവനുമാണ്. നളീഫൻ, അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫത, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് സുഗന്ധമുള്ളവരായി തീരുക. സെന്റ് പൂസുക, അതുപോലെയുള്ള കാര്യങ്ങൾ, സ്പ്രേ, സെന്റ് എന്നൊക്കെ പറയുന്ന ദുർഗന്ധം അകറ്റുന്നതിനെ ഉപയോഗിക്കുക. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതേപോലെ വൃത്തിയുള്ളവരാകുക, അതും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വെടുപ്പ് എന്നതിനേക്കാൾ പ്രാധാന്യം നമുക്കിപ്പോ വെടുപ്പുള്ളതാവണമെന്നാണ് നമുക്കൊക്കെ നിർബന്ധം. 4 ആളുകളുടെ മുമ്പിൽ പോകുമ്പോൾ നല്ല വെടുപ്പുള്ളതാവണം. നല്ല കളറൊക്കെ മുക്കി, ഉജാലയൊക്കെ മുക്കി, അല്ലെങ്കിൽ വേറെ വല്ല റാണിപ്പാലൊക്കെ മുക്കിയിട്ട് നല്ല കംഫർട്ടൊക്കെ മുക്കിയിട്ട് നല്ല ഉസാറിൽ ഇങ്ങനെ നിൽക്കണം. അത് വെടുപ്പുണ്ടാവും. ആ വസ്ത്രം വൃത്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വൃത്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. അതുപോലെ തന്നെ വൃത്തിയായി മറയ്ക്കുകയും വേണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നത് കാണാം. അല്ലാഹു തആല പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ ലിബാസൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തന്നു. അല്ലാഹു തആല പറയാ, നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തന്നു. ഇത് അള്ളാഹു തന്നതാണ് ഈ വസ്ത്രം. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? അത് അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എന്താണ് ഈ വസ്ത്രം ധരിക്കുന്നത്? ലക്ഷ്യം എന്താണ്? യുവാലി സൗആത്തിക്കും, നിങ്ങളുടെ കേടുകൾ മറച്ചു വെക്കാനുള്ളതാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പല ഭാഗവും പുറത്ത് കാണിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും. അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത്.
അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് ലക്ഷ്യം? വസ്ത്രം ധരിക്കുന്നതിന് ലക്ഷ്യം നമ്മുടെ അയ്ബുകൾ മറച്ചു വെക്കുക. യുവാരി സൗഹാർദ്ദിക്കും നിങ്ങളുടെ കേടുകള്, നിങ്ങൾ മറ്റുള്ളവർ കാണാൻ പറ്റാത്തതൊക്കെ മറച്ചു വെക്കുന്നതാകണം വസ്ത്രം. ഈശൻ അള്ളാഹു വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഞാൻ തൂവല് തന്നിട്ടുണ്ട്. അള്ളാഹു താല പറയാ, ഏതാണ് ഈ തൂവല്? രീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങള്, പെൺകുട്ടികളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾക്ക് രീഷുകൾ ഉണ്ടാവും, കുറെ അലങ്കാരങ്ങൾ ഉണ്ടാകും. തഫ്സീറുകളിൽ കാണാൻ ലിബാസ് സീന, അലങ്കാരത്തിന്റെ വസ്ത്രങ്ങളും അള്ളാഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ലിബാസു തഖ്വ, ഈമാനികമായ അടിത്തറയിലുള്ള ഈമാനിൽ പ്രചോദിതമായി നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ് ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതും കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മറയ്ക്കാനാണ്, കേടുള്ളത് പ്രദർശിപ്പിക്കാൻ പറ്റാത്തത് മറയ്ക്കാനാണ് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വസ്ത്രം ധരിക്കുന്നത് പലപ്പോഴും മറയ്ക്കാനല്ല, തുറക്കാനാണ് എന്ന അവസ്ഥയിലേക്ക് പോവുക. ചിലരൊക്കെ പാൻറ് ഇട്ട് വന്നിട്ട് പുതിയ തരം പാൻറുകൾ, ആ പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ട് സുജൂദിലേക്ക് അങ്ങ് പോയാൽ പിൻഭാഗം മുഴുവൻ അങ്ങ് പ്രകടമാകും. പലരുടെയും ശരിയായ രൂപത്തിൽ വസ്ത്രവും ഷർട്ടും ബനിയനും കൊണ്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി അവന്റെ എല്ലാം വെളിവാകുന്ന, കാണാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ വെളിവാകും. അത്തരം പെയിന്റുകൾ നമുക്ക് അനുവദനീയമല്ല. നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് പറ്റൂല. അത് പറ്റുന്ന ആളുകൾ ധരിച്ചോട്ടെ. നമുക്ക് അത്തരം പാൻറ്റും അത്തരം വസ്ത്രവും ഞാനായാലും പെണ്ണായാലും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടക്കാർ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർക്ക് സ്വർഗമില്ല. ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്റെ ജീവിതകാലത്ത് ആ പറഞ്ഞ വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ വിഭാഗങ്ങള്. അവരെ പറ്റി റസൂൽ ആ രണ്ട് കൂട്ടരെ, നരകം നിർബന്ധമായ രണ്ട് കൂട്ടരെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൗമുൻ, അതൊരു വിഭാഗമാണ്, മാഹും സിയാത്തുൻ കഅദ്നാബിൽ ബക്കരി, പശുവിന്റെ വാല് പോലുള്ള വടി കൈപ്പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ക്രൂരമായി, നിരപരാധികളെ അല്ലെങ്കിൽ പാവങ്ങളെ ക്രൂരമായി മർദ്ദിച്ച് അടിച്ചു കൊല്ലുന്ന ഉത്തരേന്ത്യൻ പോലീസുകാരെ പോലെയുള്ള മഹാപാപികൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ കാണുന്നതാണ് ഇതൊക്കെ. എത്രയോ നമ്മൾ കാണുന്നു. ചെറിയൊരു കുട്ടിയെ പോലും അടിച്ചു കൊല്ലുന്നത്, ചത്തോ മരിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരു കുട്ടിയെ അതിക്രൂരമായി പോലീസുകാർ പോത്തിനെ തല്ലിയാൽ പോത്ത് ചാവും. ആ നിലയ്ക്ക് ഒരു മനുഷ്യക്കുട്ടിയെ അടിച്ചിട്ട് റോഡിലിട്ട് അടിച്ച് കൊല്ലുന്നത്, അല്ലെങ്കിൽ കൊല്ലാനുള്ള പാകത്തിലാക്കി നാൽക്കാലിയെ പേപ്പട്ടിയെ എടുത്തിടുന്നത് പോലെ വണ്ടിയിലേക്ക് ഇടുന്നതിന്റെ വീഡിയോ നമ്മൾ കാണുന്നു. അല്ലാഹുവിന്റെ റസൂല് ദീർഘദർശനം ചെയ്ത മഹാപാപികളാണ് ഇവര്. അതേപോലെയുള്ള പീഡകന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാവും. രണ്ടാമതായി റസൂലുള്ള പറഞ്ഞു, ഇസാവുൽ, കുറെ പെണ്ണുങ്ങള്, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. പക്ഷെ ആയിയാത്തുൻ, അവര് മറക്കേണ്ടതൊന്നും മറച്ചിട്ടില്ല, ഒക്കെ വെളിവാക്കുന്നവരാണ്. നഗ്നകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ മറയേണ്ടതൊന്നും മറന്നിട്ടില്ല. അങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നവരാണ് ചില പെണ്ണുങ്ങള്. മുമീരാത്തുൻ മായിലാത്തുൻ, അവർ മറ്റുള്ളവരെ, ആണുങ്ങളെ അവരിലേക്ക് ചായിപ്പിക്കുന്നവരും അവർ സ്വയം തന്നെ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നടക്കുന്നവരും ഇരിക്കുന്നവരുമാണ് അത്തരം പെണ്ണുങ്ങൾ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടയാളം പറഞ്ഞു, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഹ്തിൽ മായില, അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ ചാഞ്ഞു നിൽക്കുന്നത് പോലെയാണ് അത്തരം പെണ്ണുങ്ങളുടെ തല. അവരുടെ തല കെട്ടിയിട്ടിരിക്കുന്നത്. ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കിടക്കുകയില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ വാസന 50,000 വർഷത്തെ വഴിദൂരമുള്ള അകലേക്ക് അടിച്ചു വീശുന്ന സുഗന്ധമുള്ള സ്വർഗത്തിന്റെ വാസന പോലും ഈ മഹാപാപികളായ പെണ്ണുങ്ങൾ അനുഭവിക്കുകയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം. ഇതാണ് ഇന്നത്തെ ലോകം. ഞാനിപ്പോ അടുത്ത് ഒരു കല്യാണത്തിന് കുറച്ച് നേരത്തെ കൂടി, ഒരു കല്യാണത്തിന് പോയപ്പോ ആ വീട്ടുകാരനും ഞാനും കൂടി അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ക്യാമറക്കാര്, സ്റ്റുഡിയോക്കാർ കൊണ്ടുവന്നൊരു വണ്ടി കൊണ്ടു നിർത്തിയിട്ട് ക്യാമറയൊക്കെ ഇറക്കുക. ഈ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഇതിപ്പോ എന്താ പരിപാടി, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഞാനല്ല അവനാ പറയുന്നത്, അയാളാ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്താ എന്നോട് പറയുന്നത്? ഞാൻ സ്റ്റുഡിയോക്കാരെ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ അറിയില്ല, ഞാനങ്ങനെ സംഭവം അറിയില്ല, ഞാൻ ആരും ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പം പറയാം,
അപ്പൊ ഇവൻ അടുത്ത് വന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ള ക്യാമറക്കാരാണ് ചോദിച്ചപ്പോ അവർ കോങ്ങാട്ടുകാരെന്നാ പറഞ്ഞത്. കോങ്ങാട്ടിൽ നിന്ന് വരികയാണെന്നാ പറഞ്ഞു. അപ്പോ അവര് ആരെ ഏൽപ്പിച്ചെന്ന് അവരോട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ ഒരു 10,000 ഉറുപ്പിക ഇറക്കിയിട്ട് വേറൊരു ഡെക്കറേഷൻ അവിടെ വേറെ ആരോ വന്ന് നടത്തിയിട്ടുണ്ടത്ര. അതിന്റെ പുറമെ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടി 15,000 ഉറുപ്പിക ഫീസ് വാങ്ങി വേറൊരു പെണ്ണ് അവിടെ വന്നിട്ടുണ്ടത്ര. ഇതൊന്നും ബാപ്പ അറിയില്ല, അമ്മ അറിയില്ല. പക്ഷെ ഇതിനൊക്കെ പൈസ ഇറക്കണതിന്റെ ആരാ? അന്വേഷിച്ച് നോക്കുമ്പോ വേറെ ആരുമല്ല, മകൾ തന്നെയാ, പുതിയ പെണ്ണെന്നെ ഇതിനൊക്കെ കാശിറക്കണത്. അവളെന്നെ ക്യാമറക്കാരനെ വരാൻ പറഞ്ഞിരിക്കണമെന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലായി. അവിടെ ബ്യൂട്ടീഷ്യന്റെ മുമ്പിൽ ഒരുങ്ങി തയ്യാറായിട്ട് മുടിയൊക്കെ ഇങ്ങനെ മുന്നിലൂടെ തൂക്കിയിട്ടിട്ട് ക്യാമറക്കാരൻ ചെക്കനോട് വന്ന് ചോദിക്കുക, അങ്ങനെ പോരെ, ഇവനാണല്ലോ അവളെ കെട്ടണത്. ഞാൻ കണ്ടതാണ്, ആരെങ്കിലും പറഞ്ഞല്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ നിലവാരം ഒന്ന് ആലോചിക്കാൻ നിങ്ങൾ. ഇത് മുസ്ലിം കള്ള, ഇതൊന്നും ഹിന്ദുക്കള്ളല്ല, മറ്റാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ സദാചാരം എവിടെ എത്തി? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മഹാപാപികളായി ഈ പെണ്ണുങ്ങൾ അധപ്പതിച്ചു പോയതിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഇതിനൊന്നും ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എഴുതിയ പോയി, അവനങ്ങനെയായി ഇവനിങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ സമൂഹത്തിന്റെ നിലവാരം ഇന്ന് ആ നിലയിൽ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കൂട്ടം പെണ്ണുങ്ങൾ നരകം നിർബന്ധമായവരാണ്, അവർക്ക് സ്വർഗ്ഗമില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിലൊന്ന് അന്യ പുരുഷന്മാരിൽ നിന്ന് ശരീരം മറച്ചു വെക്കാത്ത പെണ്ണാണ് ആ പെണ്ണ്. ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുത്തബല്ലിജത്തായിക്കൊണ്ടാണ് പുറത്തിറങ്ങുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്താണ് തബറുജ്? പരിശുദ്ധ ഖുർആനിൽ വന്ന വാക്കാണ് ഈ തബറുജ്. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. ആദ്യകാല ജാഹിലിയ്യ കാലത്തെ പോലെ പെണ്ണുങ്ങളെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് ഖുർആൻ പറഞ്ഞ ആ തബറുജ് ഹുവ ഇദാ അറാദത്തിൽ ഖുറൂജ മിൻ ബൈതിഹാ. ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചാൽ, കല്യാണത്തിന് പോകാൻ ഉദ്ദേശിച്ചാൽ, സൽക്കാരത്തിന് പോകാൻ ഉദ്ദേശിച്ചാൽ, മരിപ്പിന് പോകാൻ ഉദ്ദേശിച്ചാൽ, ആശുപത്രിയിൽ പോകാൻ ഉദ്ദേശിച്ചാൽ, ആ പെണ്ണ് അവരുടെ അലമാര തുറന്നിട്ട്, വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന അലമാര തുറന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും പുതിയതും ഏറ്റവും മുന്തിയതുമായ ആ ചുരിദാറെടുത്ത് ധരിച്ചിട്ട്, ഏറ്റവും വികൃതമായ വസ്ത്രമെടുത്ത് ധരിച്ചിട്ട്, ജമ്മലത്ത് നിലക്കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് 100% ഫിറ്റായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം പുറത്തിറങ്ങുന്ന പെണ്ണ്, ആ പെണ്ണാണ് തബറുജിന്റെ പുറത്തിറങ്ങുന്ന പെണ്ണ്. അവൾക്ക് നരകം നിർബന്ധമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും കൂടെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് പോയി. ഭാര്യ വീട്ടിലേക്ക് പോയി, രണ്ടാളും കൂടിയിട്ട് അവിടെ ചെന്ന് കയറിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന് കരയുന്നതാണ് മഹദിയായ ഫാത്തിമ ബീവിയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും കാണുന്നത്. ആ സമയത്ത് എല്ലാ വേദനകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്ന മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ ഹബീബി വ ഖുർറത്തി ഐനി, എന്റെ കണ്ണിന്റെ കുളിർമയായ എന്റെ പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ എന്തിനാണ് കരയുന്നത്? എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്ന് ആ ഫാത്തിമ ബീവി ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട മോളെ, എന്റെ പുന്നാര മോളെ, നീ അറിയണേ, ലമ്മാ ഉസിരിയ ബി റഅയ്തു നിസാഅ മിൻ ഉമ്മത്തി യുഅദ്ദബ്ന ബി അൻവാഇ മിനൽ അദാബ്. ഇസ്രാഈലിന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗവും നരകവും ഒക്കെ എനിക്ക് കാണാൻ അവസരം കിട്ടിയപ്പോ ഈ സമുദായത്തിലെ കുറെ പെണ്ണുങ്ങൾ, എന്റെ സമുദായത്തിലെ കുറെ പെണ്ണുങ്ങൾ വ്യത്യസ്തമായ ശിക്ഷകൾ കൊണ്ട്, അതികഠിനമായ പീഡനങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഫാത്തിമ. അതിലൊന്ന് ഒരു പെണ്ണിനെ അവളുടെ മുടിയിൽ കെട്ടിയാണ് തൂക്കപ്പെട്ടിരിക്കുന്നത് നരകത്തില്. അവളുടെ മുടിയിൽ കെട്ടി തൂക്കപ്പെട്ടിരിക്കുന്നു. കാല് നിലത്ത് മുട്ടാത്ത വിധം അവളെ തലമുടിയിലാണ് കെട്ടി തൂക്കപ്പെട്ടിരിക്കുന്നത്. അടിയിൽ തീ കത്തിക്കപ്പെടുകയാണ്. ആ തീയിന്റെ ചൂട് കൊണ്ട് അവളുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരം വെന്തുരുകയാണ്. തലച്ചോറ് തിളച്ചു മറിയുകയാണ് ഫാത്തിമ. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു നരകത്തില്.
അള്ളാഹുവിന്റെ പ്രവാചകരോട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എന്ത് പാപമാണ് ഇവർ ചെയ്തത്? എന്ത് പാപത്തിന്റെ പേരിലാണ് ഈ പെണ്ണ് ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്? അവൾ നിസ്കരിക്കാഞ്ഞിട്ടാണോ, നോമ്പ് നോൽക്കാഞ്ഞിട്ടാണോ, മറ്റ് അമലുകളില്ലാഞ്ഞിട്ടാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല ഫാത്തിമ, അല്ലതി തഖ്റുജു മിൻ ബൈതിഹാ മക്ശൂഫത്തർ റഅസ്, തലമറയ്ക്കാതെ പുറത്തിറങ്ങിയ കുറ്റമാണ് ആ പെണ്ണിന്റെ കുറ്റമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ നിസ്സാരമായി കൊള്ളുന്നൊന്നാണ്. ഒരു പെണ്ണ് എന്നെ കാണാൻ വേണ്ടി വന്നു, സദർ ഉസ്താദിനെ, ഖത്തീബ് ഉസ്താദിനെ കാണാനേ. നടന്നു വരുമ്പോഴൊക്കെ തടി തട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തെത്തിയപ്പോൾ പതുക്കെ തട്ടം വീണു. ഉസ്താദിന്റെ മുമ്പ് നാളായാലും മറക്കേണ്ട ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ് ആസ്വദിച്ചോട്ടെ വേണമെങ്കിൽ, ഉസ്താദ് നമ്മുടെ ഉസ്താദല്ലോ. ഇതെന്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. അത്രയാ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അൻഫുസക്കും അഹ്ലീക്കും നാറ. നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളുടെ ഉമ്മമാരാണ്. അവരെ സ്വർഗത്തിൽ കിടത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരെ നരകത്തിലെ വിറകുകളാക്കാൻ വിട്ടുകൊടുക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ അത്തരം ചിന്താഗതികളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ തലമറയ്ക്കാതെ പുറത്തിറങ്ങുന്ന പെണ്ണ് നരകത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടുവെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുവെങ്കിൽ ഇതിന്റെ ഗൗരവം എത്ര വലുതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഇത്തരം നിയമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, മാ യുരീദു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. ഇത്തരം നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലാഹു തന്നത് പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ നിയമങ്ങളൊക്കെ വെച്ചത് മിൻ ഹറജിൽ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും. അല്ലാഹു തആല പറയുന്നു സൂറത്തു മാഇദയുടെ 6-ാമത്തെ ആയത്ത് തുടക്കത്തിൽ തന്നെ കാണാം, ഈ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചത് യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധിയാക്കണം, വൃത്തിയുള്ളവരാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ വെച്ച നിയമങ്ങളാണ് എന്ന് അല്ലാഹു പറയുന്നു. ഈ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ നമ്മൾ വൃത്തികെട്ടവരായി തീരും. നമ്മുടെ വൃത്തിയാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ സദാചാരമാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ഐഡന്റിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ കണ്ണിൽ നിന്നാണ് നമ്മളെ അകറ്റി നിർത്തപ്പെടുന്നത്. പിന്നെ അള്ളാഹുവിന്റെ തിരുനോട്ടം നമുക്ക് ലഭിക്കൂല, നമ്മുടെ കുടുംബത്തിന് ലഭിക്കൂല, നമ്മുടെ ഭാര്യമാർക്ക് കിട്ടൂല, നമ്മുടെ മക്കൾക്ക് കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൃത്തിയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു വൃത്തി നമുക്കുണ്ട്. വേറുള്ളവർ പറയുന്ന വൃത്തിയല്ല. നമുക്ക് വൃത്തിയായി തോന്നുന്നത് പലർക്കും അത് വൃത്തികേടായിരിക്കാം. അവർക്ക് വൃത്തിയായി തോന്നുന്ന ചാണകം കൊണ്ട് മുറ്റത്തോ അടുക്കളയിലൊക്കെ മെഴുകുന്നതൊക്കെ മോശമായിരുന്നില്ല പണ്ടൊക്കെ. ഇപ്പോഴും ചില വീടുകളിലൊക്കെ കാണാം. നമുക്ക് പറ്റുമോ? നമുക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റുമോ? നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ആ ചാണകത്തിന്റെ പൊടി അടിച്ചു വീശുന്നോളത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്കത് പറ്റൂല. അവർക്കത് പറ്റും, നമ്മൾ അതിനെ കുറ്റപ്പെടുത്തണ്ട. പക്ഷെ നമുക്കത് പറ്റൂലല്ലോ. നമ്മുടെ വൃത്തി എന്ന് പറയുന്നത് വേറൊന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ ഈ നിലയിലൊക്കെ നിയമങ്ങൾ തന്ന് നിർബന്ധിക്കുന്നത്, നമുക്ക് നിയമങ്ങൾ വെച്ചിരിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കണം എന്ന ഉദ്ദേശമാണ്. ആ ഉദ്ദേശം സഫലമാക്കാൻ നമ്മളെല്ലാവരും